ഇനി PCOD-യിലേക്ക് വരുമ്പോൾ അത് ഈ പീരീഡ്സ് റെഗുലർ ആവാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഈ PCOD ആണോ എന്നൊക്കെയുള്ളൊരു സംശയം വരുന്നത്. മറ്റേതൊക്കെ തരത്തിലുള്ളൊരു ലക്ഷണങ്ങളാണ് ഈ PCOD-ക്ക് ഉള്ളത്? നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്? PCOD നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ക്ലിനിക്കൽ സിംറ്റംസ് വെച്ചിട്ടാണ്. അതായത് ഈ പീരീഡ്സ് നോർമലി ഒരു സ്ത്രീക്ക് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് 20 to 35 ഡേ ലെങ്ത് ഉണ്ടാവും. അതൊരു 3 to 5 ഡേയ്സ് 3 to 7 ഡേയ്സ് ബ്ലീഡിങ് ഉണ്ടാവും. ഒരു 80 ml ബ്ലഡ് നമുക്ക് ലോസ് ആവുന്നുണ്ട് മെൻസ്ട്രൽ സൈക്കിളിൽ. അപ്പൊ ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യതിയാനം വരുന്നത്, ഫോർ എക്സാമ്പിൾ പീരീഡ്സ് ആയി പക്ഷെ ബ്ലീഡിങ് വളരെ കുറവാണ്, അല്ലെങ്കിൽ പീരീഡ്സ് ആയ ഒരു ഫസ്റ്റ് 3 ഡേയ്സ് ഒരു ബ്രൗൺ ഡിസ്ചാർജ്, ഒരു സ്പോട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പീരീഡ് സമയത്ത് അമിതമായി ബ്ലീഡിങ് വരിക, ഇതൊന്നും അല്ലെങ്കിൽ ഓവുലേഷൻ പ്രോപ്പറായി നടക്കാത്തതുകൊണ്ട് നമുക്ക് 3 മാസം 2 മാസം 6 മാസം പീരീഡ്സ് ആവാണ്ടിരിക്കുക, ഇതൊക്കെ പീരീഡ്സ് സമയത്ത് നമ്മൾ കാണുന്ന ക്രമക്കേടുകളാണ്. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ഹോർമോൺ ഇംബാലൻസിന്റെ രോഗലക്ഷണങ്ങളുണ്ട്. അതായത് നമ്മൾ അമിതമായിട്ട് ബോഡി വെയിറ്റ് കൂടുക, അതേപോലെ ഈ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, ഈ ആൻഡ്രസന്റെ എക്സസൈസ് ശരീരത്തിലുള്ളത് കാരണം നമുക്കൊരു മെയിൽ പാറ്റേണിൽ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കാണാൻ പറ്റും. ഈ കീഴ്ത്താടിയിലും അപ്പർ ലിപ്പിലൊക്കെ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക, അതേപോലെ മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് ദേഷ്യം വരിക, ഇതൊക്കെ PCOD-യുടെ രോഗലക്ഷണങ്ങളാണ്. ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ കഴുത്തിന് ചുറ്റും ഒരു കറുത്ത പാടുകളായിട്ടും നമുക്ക് കണ്ടുവരാറുണ്ട്. പിന്നെ നമ്മൾ ഈ അമിത വെയിറ്റ് കൂടുക എന്ന് പറയും. അത് നമ്മൾ ബേസിക്കലി ഓരോ ആൾക്കാർക്കും അവരുടെ BMI കാറ്റഗറി വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പം ബോഡി മാസ് ഇൻഡെക്സ് ഒരു 30 to 35 ആൾക്കാരാണ് യൂഷ്വലി PCO കാറ്റഗറിയിൽ വരാറുള്ളത്. പിന്നെ ഈ PCOS ഒക്കെ ലോങ് ടേം ആയിട്ട് പെർസിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹൈ റിസ്ക് ഫാക്ടേഴ്സ് വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കാർഡിയോവാസ്കുലർ റിസ്ക് ഒക്കെ വളരെയധികം കോമൺ ആണ്. അത് പക്ഷേ ഈ യങ് ഏജിലോ അല്ലെങ്കിൽ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിലൊന്നുമല്ല നമ്മൾ കാണാൻ. കുറച്ചൊരു ഓൾഡർ ആകുമ്പോൾ ചിലപ്പം വേണമെങ്കിൽ ഈ ആർത്തവ വിരാമ സമയത്ത് നമുക്ക് ഷുഗർ, പ്രഷറൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് വരാൻ പറ്റും. പ്രധാനമായിട്ടും ഈ ആർത്തവ സമയത്തെ ക്രമക്കേടുകളും അതേപോലെ ഹോർമോൺ ഇംബാലൻസ് കാരണം നമ്മുടെ ഫേസിൽ വരുന്ന ചേഞ്ചസും ആണ്. ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് ഇത് രണ്ടും ക്ലിനിക്കൽ സിംറ്റംസിന്റെ കൂടെ നമ്മൾ സ്കാൻ എടുക്കുമ്പോൾ നമുക്ക് സ്കാനിന്റെ ഈ PCO മോർഫോളജി എന്ന് പറയും. പെരിഫറലി അറേഞ്ച് ചെയ്തിട്ടുള്ള സ്മോൾ ഫോളിക്കിൾസ് കാണുകയാണെങ്കിൽ നമ്മൾ അതിന് PCOD ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.